വിളിച്ചു പറഞ്ഞു, ഉമ്മ ആദ്യം മലക്ക് വന്നിട്ടുണ്ട്. മറയുടെ പിന്നിൽ നിന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, ആരാ മോനെ വന്നിരിക്കുന്നത്? ഉമ്മ, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ഇന്നാലിന്നഹളുടെ മകനാണ്, കുറച്ച് സാധനങ്ങളായിട്ട് വന്നതാണ് ഉമ്മ. അൽഹംദുലില്ലാ, എൻ്റെ പൊന്നു മോനെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ ഉമ്മ, കുഞ്ഞുങ്ങളെന്താ എന്നെക്കുറിച്ച് മലക്കെന്ന് പറഞ്ഞത്? അതൊന്ന് എനിക്കറിയണം കേട്ടോ, എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന്. പൊന്നുമോനെ, ഇക്കുള്ളിടത്തോളം കാലം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു, ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല കേട്ടോ. മൂപ്പര് മരിച്ചപ്പോൾ കുറേ പേരൊക്കെ സഹായിച്ചു, അവരുടെയൊക്കെ കനിവ് കൊണ്ട് തന്നെ ഞങ്ങൾ ജീവിച്ചത്. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരും മടുത്ത്, പിന്നെ ഞങ്ങൾക്ക് പോയി കൈ നീട്ടാനുള്ള മടി കൊണ്ടാണ് 1-2 ദിവസമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയായിരുന്നു. ഞങ്ങളിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടത്തോടെ ഇരുന്ന് ദുആ ചെയ്യും, പട്ടിണി മാറ്റണേ അല്ലാന്ന്. എൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, മക്കൾ വിഷമിക്കണ്ട, അല്ലാഹു തആല നല്ല ഭക്ഷണമൊക്കെ ആയിട്ട് പടച്ചോൻ്റെ മലക്കിനെ പറഞ്ഞയക്കും, എൻ്റെ മക്കളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ് ഞാൻ. എൻ്റെ മോന് ഭക്ഷണമായിട്ട് വന്നപ്പോഴേ കുഞ്ഞുങ്ങൾ കരുതി നീ മലക്കാണെന്ന്. ഇങ്ങനെ മലക്കാകാൻ പറ്റും. ഒരുപാട് കുഞ്ഞുങ്ങൾ, പ്രയാസങ്ങൾ സഹിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, ഭർത്താവ് മരിച്ചുപോയ വിധവകൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജിഹാദ് എന്താണെന്ന് പുണ്യനബി പറയുന്നുണ്ട്, അത് വിധവകളെ ചേർത്ത് പിടിക്കലാണ്, അനാഥരെ, അഗതികളെ ചേർത്ത് പിടിക്കലാണ്, അവരെ സഹായിക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബദരീങ്ങളോടൊപ്പം പാവങ്ങളെ സഹായിക്കുന്നവർക്ക് സ്ഥാനം. നമുക്കും ആകാമേ ഇങ്ങനെയുള്ള മലക്കുകളൊക്കെ. എല്ലാ വേദനയും സഹിച്ചു കഴിയുന്ന കുറേ മനുഷ്യരുണ്ട്, അവരെ നമ്മൾ ചേർത്ത് പിടിച്ചാലുണ്ടല്ലോ അല്ലാഹ് നമ്മളെ കൈവിടൂല. ഉറപ്പാണ്, ഉറപ്പാണ്. പാവപ്പെട്ടവരെ, അനാഥരെ, അഗതികളെ, വിധവകളെ നമ്മൾ ചേർത്ത് പിടിച്ചാലുണ്ടല്ലോ റബ്ബുൽ ആലമീൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ പട്ടിണിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മയും നമ്മുടെ അഹ്ലുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.